കൊടിയേറ്റമാണ്. തുടർന്ന് 9 ദിനങ്ങളിൽ നിലാഘോഷം രാവിലെ 6:30 വലിയ പാട്ടുകുർബാന എന്നീ ക്രമത്തിൽ 9 പ്രാർത്ഥനയുടെ ദിനങ്ങളായിട്ട് നമ്മൾ ആചരിക്കുന്നു. 24-ാം തീയതി രാവിലെ 50 ദിനമാണ്. അന്ന് തിരുക്രമങ്ങൾക്ക് ശേഷം 50 വള ഉപയോഗിക്കുകയും തുടർന്ന് വീടുകളിലേക്ക് പിതാവിന്റെ കൂടുതലുള്ള ദക്ഷിണവും മനോഹരമായ വെടിക്കെട്ടും നൽകി. തുടർന്ന് 25-ാം തീയതി തിരുനാൾ ദിനം രാവിലെ 6:30 വിശുദ്ധബലി, അതിനുശേഷം നേർച്ചയോട്ട് വെച്ചേക്ക്, തുടർന്ന് 10 മണിക്കും ഉച്ചതിരിഞ്ഞ് 3:30 വിശുദ്ധ കുർബാനകൾ നടക്കുന്നു. 3:30 കുർബാനയ്ക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണം ക്രമീകരിച്ചിരിക്കുന്നു. പ്രദക്ഷിണം പള്ളിയിൽ 7 മണിക്ക് എത്തിച്ചേർന്നു. പ്രദക്ഷിണ പള്ളിയിൽ കയറിയതിനു ശേഷം പിതാവിന്റെ ദർശനങ്ങളുടെ ആശീർവാദം, തുടർന്ന് ഗംഭീരമായ കൈവരുന്ന പ്രയോഗം. 26-ാം തീയതി തിങ്കളാഴ്ച പരേത സ്മരണ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ ഓഫീസ് നടക്കുന്നത് രാവിലെ 6:00 വിശുദ്ധബലി, തുടർന്നുള്ള മരിച്ചവർക്ക് വേണ്ടി പ്രത്യേക ക്രമങ്ങൾ നടക്കുന്നതാണ്. തുടർന്ന് ശനിയാഴ്ച വരെയുള്ള ദിനങ്ങൾ നവനാളിലെ പോലെയുള്ള ദിനങ്ങളാണ്. രാവിലെ 6:00 രതീന്ദ്രവേദ, തുടർന്ന് പാട്ടുകുർബാന. മെയ് 2-ാം തീയതി 8-ാം ഇട തിരുനാളായിട്ടാണ് ആചരിക്കുന്നത്. അന്ന് പ്രധാനമായിട്ട് വൈകിട്ട് 8 മണിക്ക് കുർബാന, അതിനുശേഷം ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് കുർബാന, അതിനുശേഷം ഇടവക ദിനാഘോഷങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്.